ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്ന് എനിക്ക് മാർക്കറ്റിനെ കുറിച്ച് പറയുന്നതിൽ മുന്നിൽ ഒരു ഒരു മിനിറ്റ് എനിക്ക് സൈമൺ ബൈൽസ് എന്ന് പറഞ്ഞ അമേരിക്കയിലെ ആർട്ടിസ്റ്റിക് ജിംനാസ്റ്റിനെ കുറിച്ച് പറയാനുണ്ട്. കാരണം ഇന്നലെ ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ഒരു ഒരു അത്ലറ്റായിരുന്നു ഇത്. ഈ അത്ലറ്റിന് she won 7 Olympics and 30 World Championship medal, and she was one of the most decorated gymnastics in history എന്ന് പറയും. കാരണം ആ പെണ്ണുങ്ങൾ 2016 സമ്മർ ഒളിമ്പിക്സിൽ റിയോഡോ ജിനാറിയോ ബ്രസീലിൽ നടന്നത്, പിന്നെ 2020 സമ്മർ ഒളിമ്പിക്സ് ടോക്കിയോയിൽ നടന്നതിലും ഈ വളരെ മെഡലുകൾ കുറെ വാരിക്കൂട്ടിയ ഒരു അത്ലറ്റാണിത്. ഞാൻ 2022 ജോ ബൈഡൻ അവർക്ക് പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം കൊടുത്തിരുന്നു. അത് അമേരിക്കയിലെ ഹയസ്റ്റ് സിവിലിയൻ അവാർഡാണ്. ഇന്നലെ അവരെ ജിംനാസ്റ്റിക്സ് കളിക്കുന്ന സമയത്ത് ഇത് കാണാൻ വന്നത് ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റാർസ് ആയിരുന്നു. ആരൊക്കെയായിരുന്നു വെച്ചാൽ ടോം ക്രൂയിസ്, ഓസ്കാർ വിന്നിങ് ആക്ടർ ജെസിക്ക ചാസ്റ്റിൻ ഉണ്ടായിരുന്നു, ലേഡി ഗാഗ ഉണ്ടായിരുന്നു, സ്നൂപ്പി ഡോഗ് ഉണ്ടായിരുന്നു, അരിയാന ഗ്രാൻഡെ. ഇവരൊക്കെ എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാലോ, ഇന്ന് ലോകത്തിൽ അറിയപ്പെടുന്ന ആക്ടേഴ്സും സിംഗേഴ്സും ഒക്കെ ഇവരെ ഈ ജിംനാസ്റ്റിക് ഷോ കാണാൻ വന്നിരുന്നു. ഇവരൊക്കെ എന്താണ് ഈ ഷോ ഇവരെ കാണാൻ വന്നത്? ഇവരെന്തുകൊണ്ട് വന്നു ഈ ഷോ കാണാൻ? എല്ലാവരും എന്തുകൊണ്ട് അപ്രീഷിയേറ്റ് ചെയ്യുമെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം ഇതിൻ്റെ കാരണം എന്താ വെച്ചാൽ, ഈ സൈമൺ ബൈൽസ് എന്ന് പറഞ്ഞ ഈ പെണ്ണുങ്ങൾ എന്ന് വെച്ചാൽ ഇവര് ഷീ വിഡ്രോ ഫ്രം മോസ്റ്റ് ഓഫ് ദ കോമ്പറ്റീഷൻ ഡ്യൂ ടു ദി ടിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു കളിക്കാർക്ക് ഓൾഡ് ഏജിൽ ഗോൾഫേഴ്സിന് വരുന്ന ഒരു പെട്ടെന്നുള്ള ഒരു ട്വിസ്റ്റിംഗ് എലിമെന്റ്സ് അവർക്ക് വരുന്നൊരു രോഗമാണത്. എന്നുവെച്ചാൽ അതിന് യിപ്സ് എന്നാണ് പറയുക. യിപ്സ് എന്ന് വെച്ചാൽ ഒരു ഇൻവോളണ്ടറി റിസ്റ്റ് സ്പാസം എന്ന് പറയും. അത് കോമൺലി ഈ കളിക്കാർക്ക് വരുന്ന ഒരു സംഭവമാണ്. പക്ഷേ ആദ്യം ഇത് വിചാരിച്ചതെന്ന് വെച്ചാൽ ഇത് ഈ പെർഫോമൻസിന് എന്തുകൊണ്ട് ഇത് വരുന്നതെന്ന് വെച്ചാൽ, ഇവർക്ക് ഈ പെർഫോം ചെയ്യുന്നതിനെക്കാട്ടും മുന്നിലുള്ള ഭയങ്കരമായിട്ടുള്ള ആങ്സൈറ്റി, ഈ അത്ലറ്റ്സിനുള്ള ആങ്സൈറ്റി കൊണ്ട് പല അത്ലറ്റ്സിനും എത്ര വലിയ ഒരു അത്ലറ്റ് ആണെങ്കിലും അവർക്ക് പെർഫോം ചെയ്യാണ്ട് പെട്ടെന്ന് ഇതായിപ്പോവും, അവർക്ക് പെർഫോം ചെയ്യാൻ പറ്റില്ല. സോ അത് പിന്നെ ഇപ്പം മനസ്സിലാക്കി വെച്ചാൽ അതൊരു ന്യൂറോളജിക്കൽ കണ്ടീഷനായിരുന്നു. അതുകൊണ്ടാണ് ഈ സ്പെസിഫിക് മസിൽസിന് വരുന്ന ഒരു ഫോക്കൽ ഡിസ്റ്റോണിയ, ദാറ്റ് മീൻസ് ഡിഫിക്കൽട്ടി ഇൻ മൂവ്മെൻറ്റ്സ് വരുന്നതാണ്. അപ്പോൾ ഇത് ഈ അത്ലറ്റിന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇവരെ കുറച്ചു കാലം ഈ കളിയിൽ നിന്ന് വിഡ്രോ ചെയ്ത് ഇരിക്കുകയായിരുന്നു. അപ്പോൾ ജിംനാസ്റ്റിക്സിലൊന്നും പങ്കെടുത്തിരുന്നില്ല. പക്ഷേ അതിനുശേഷം ഇവർ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഒരു ജിംനാസ്റ്റിക് ഷോ ആയിരുന്നു ഒളിമ്പിക്സിൽ, ആൻഡ് ഷീ ഗോട്ട് മെഡൽ ഓൾസോ യെസ്റ്റർഡേ. അപ്പോൾ ഇന്നലെ വലിയ ആൾക്കാർ കണ്ടൊരു മാച്ചായിരുന്നു. പിന്നെ അതുമല്ല, ഈ സിമോൺ എന്ന് വെച്ചാൽ അവളെ സീസൺ 24 ഈ ഡാൻസിങ് വിത്ത് ദ സ്റ്റാർസ് എന്നുള്ള അതിലും ഭയങ്കര പെർഫോമൻസ് ചെയ്തിരുന്നു. അപ്പോൾ അത്രയും വലിയൊരു ഫേമസ് ആയിട്ടുള്ള ഒരു ജിംനാസ്റ്റിക് പെർഫോമർ ആയിരുന്നു. അപ്പോൾ ഇന്നലെ നിങ്ങൾക്കറിയാലോ, ഇവരൊക്കെ ജെസിക്ക ചാസ്റ്റിൻ എന്ന് വെച്ചാൽ ഹെൽപ്പ് എന്ന് പറഞ്ഞൊരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് എന്ന് വെച്ചാൽ അക്കാഡമി അവാർഡ്സ്, ഗോൾഡൻ ഗ്ലോബ് അവാർഡ്സും 2 നോമിനേഷൻസ് ഫോർ 2 ടോണി അവാർഡ്സ് കിട്ടിയിരുന്നു, എമി അവാർഡ്സ് ഉണ്ടായിരുന്നു. ടൈം മാഗസീൻ അവരെ 100 മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പീപ്പിൾ ഇൻ ദ വേൾഡ് ആയിട്ട് സെലക്ട് ചെയ്യാനും. അതുപോലെ അരിയാന ഗ്രാൻഡെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന സിംഗറായിരിക്കും. 36 ഗിന്നീസ് വേൾഡ് റെക്കോർഡ്സും റോളിംഗ് സ്റ്റോൺ നെയിംഡ് ഹർ വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് വോക്കലിസ്റ്റ് ഓഫ് ഓൾ ദി ടൈം ആയിരുന്നു. അവരൊക്കെ ഇന്നലെ കണ്ടൊരു ഷോ ആയിരുന്നു അത്. അപ്പോൾ ഞാനിത് പറയാനുള്ള കാരണം എന്താണെന്ന് ഇവിടെ വെച്ചാൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഞാനിത് പറയും ഇത് ട്രേഡേഴ്സിനും വലിയൊരു എന്താ പറയുക ഇൻസ്പിറേഷനാണ് ഇതുപോലത്തുള്ള ഈ അത്ലറ്റ്സ്. കാരണം ഇവർക്ക് ട്രേഡേഴ്സിന് എന്താ വെച്ചാൽ, ട്രേഡേഴ്സ് യു ഓൾവേസ് ഗെറ്റ് ബീറ്റൺ അപ്പ് ഹൊറിബിളി. നിങ്ങൾ എല്ലാ ദിവസവും പല ദിവസം കൊണ്ട് നിങ്ങൾ ബീറ്റൺ അപ്പ് ഹൊറിബിളി ആയിരിക്കും. സോ അപ്പോൾ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ യു കാൺ ട്രേഡ് ദാറ്റ് ഡേ ബിക്കോസ് യു തിങ്ക് ട്രേഡിങ് ഈസ് എ വേ ഓഫ് മേക്കിംഗ് മണി. പക്ഷേ നിങ്ങൾ ഇമോഷണലിയും mentally, മാർക്കറ്റ് വിൽ ബീറ്റ് യു എവറി ഡേ.
സോ ആ സമയത്ത് ഈ ട്രേഡേഴ്സിന് സർവൈവ് ചെയ്യണമെങ്കിൽ ആ പെർസിവറൻസും ആൻഡ് ദി ഇമോഷണൽ റിസലൻസ് കീപ് ദം കമ്മിങ് ബാക്ക് ആർ ക്രിട്ടിക്കൽ. അതാണ് ഞാൻ പറഞ്ഞത്. സോ എനിവേ നമുക്ക് ഇന്നത്തെ മാർക്കറ്റിലേക്ക് പോവാം. ഞാനിത് ഷോർട്ടായിട്ട് പറഞ്ഞത്, ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു ഇന്ന് നമ്മൾ മാർക്കറ്റ് ഹൈയിൽ ഓപ്പൺ ചെയ്യാമെന്ന്. അപ്പോൾ അത് ഹൈ തന്നെ ഓപ്പൺ ചെയ്തു. ഇന്നലെ എൻ്റെ വൈകുന്നേരത്തെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലായിരിക്കും ഞാൻ പറയുന്നത് ഇത് ഇറ്റ് ഈസ് ഓൺലി ബേസ്ഡ് ഓൺ ഡാറ്റാസ്, വാട്ട് എവർ ദ ഡാറ്റാസ് വിച്ച് ഈസ് മൈ അനാലിസിസ് ഐ എം ഡൂയിങ്. എൻ്റെ അനാലിസിസ് ഞാൻ ഡാറ്റ എടുത്ത് പഠിച്ചിട്ട് ആ അനാലിസിസ് ഞാൻ ഇങ്ങോട്ട് പറഞ്ഞു. ഇന്നലെ എനിക്കത് മനസ്സിലായിരുന്നു ഇന്ന് മാർക്കറ്റ് ഗ്രീനിൽ തന്നെ ഓപ്പൺ ചെയ്യുന്നത്. പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞ ICICI ബാങ്ക് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കും. ICICI ബാങ്ക് ഓപ്പൺ ചെയ്ത് വളരെ ഹൈയിലായിരുന്നു ഓപ്പൺ ചെയ്തത്. പിന്നെ ടാറ്റ മോട്ടോഴ്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു, അത് അതിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയായിരിക്കും എന്നുള്ളത് ടാറ്റ മോട്ടോഴ്സ്. പിന്നെ ഞാൻ പറഞ്ഞ അഡാനി എൻ്റർപ്രൈസസ് ഓൾസോ ഐ ഡിസ്കസ് ഇൻ മൈ പ്രീവിയസ് വീഡിയോസ്. പിന്നെ NTPC ഞാൻ പറഞ്ഞൊരു സ്റ്റോക്കായിരുന്നു, ദാറ്റ് ഓൾസോ ടുഡേ ഡൺ വെൽ. സോ ഇന്ന് മാർക്കറ്റ് ഹൈയിലാണ്. ഞാൻ അഗെയിൻ ഐ എം റിപ്പീറ്റിംഗ്, ഞാൻ കാണുന്ന നിഫ്റ്റി 25,000 നിഫ്റ്റി കാണുന്നത്. ഇന്നിപ്പോൾ നിഫ്റ്റി ചെയ്യുന്നത് 24,872 ആയി. ഇനി ഓൾമോസ്റ്റ് 24,900 വന്നിരുന്നു, ഒരു 100 പോയിന്റ്സ് ഉണ്ട്. അത് ദാറ്റ് വിൽ അച്ചീവ് ഐ തിങ്ക്. 24 ഇന്നത്തെ ഹൈ പോയത് 24,980 വന്നു. ഞാൻ പറഞ്ഞത് 25,000 ആണ്. സോ ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് അച്ചീവ് മൈ ടാർഗറ്റ്. സോ ഇന്ന് ഇത്രയാണ് മാർക്കറ്റിന് പറയാനുള്ളത്. നിഫ്റ്റിയെ കുറിച്ച് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് എൻ്റെ ലെവൽസ് പറയാം. അപ്പോൾ ഇന്ന് വേറൊരു സ്റ്റോക്കിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഈ ബന്ധൻ ബാങ്ക് ആണ്. ബന്ധൻ ബാങ്ക് നല്ല റിസൾട്ട് കൊണ്ടാണ് വന്നിട്ടുള്ളത്. പക്ഷേ അത് അത്ര നല്ലൊരു ബാങ്കൊന്നുമല്ല. ഇന്ന് ഇവർ ഈ ക്വാർട്ടറിലെ റിസൾട്ട് നല്ലതാണ്, ഓൾ ടൈം ലെവലാണ് സ്റ്റോക്ക് ഉള്ളത്. പക്ഷേ ഞാനൊരു ബൈ റെക്കമെൻഡേഷൻ എനിക്ക് കാണുന്നില്ല എനിക്ക് ബന്ധൻ ബാങ്കിൽ. ഇന്ന് റിസൾട്ട് കൊണ്ട് അത് ഒരു 9% ജമ്പ് ചെയ്തിട്ടുണ്ട്. സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്ത് 210 ട്രേഡ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ബന്ധൻ ബാങ്കിൻ്റെ 185 ഇന്നലെ ക്ലോസ് ചെയ്തത്ര 185 അത് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 193 ഡേ ഹൈ പോയത്. ഇന്നിപ്പോൾ അത് അതിൻ്റെ ഹൈ പോകാൻ 263 അങ്ങനെ പോകുന്നു തോന്നുന്നു ബന്ധൻ ബാങ്കിൻ്റെ. പക്ഷേ അഗൈൻ ഐ എം നോട്ട് സീയിങ് അതൊരു നല്ലൊരു ബാങ്കാന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇന്ന് കാണുന്നത് ഈ പഞ്ചാബ് നാഷണൽ ബാങ്ക്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, ഇതുപോലുള്ള യൂക്കോ ബാങ്ക്, കാനറ ബാങ്ക്, ഇങ്ങനത്തെയുള്ള ഈ നാഷണലൈസ്ഡ് ബാങ്ക്സ് കുറച്ച് ചെയ്ത് കാണുന്നുണ്ട്. ലെറ്റ് us see, I will update you later. So thank you for viewing my channel. I request you to subscribe my channel, please. If you subscribe it, you won't miss, ഞാൻ ചിലപ്പോൾ പറയുന്ന കാര്യങ്ങൾ ചിലപ്പം നിങ്ങൾക്ക് ക്വിക്കായിട്ട് ഒരു ഡിസിഷൻ എടുക്കേണ്ട കാര്യങ്ങളായിരിക്കും ഇഫ് യു വാണ്ട്. കാരണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറയുക, നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ്ലായിട്ട് ഞാൻ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടും. കാരണം നിങ്ങളിത് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് അത് മാർക്കറ്റിൽ അതുപോലെ ആണെന്നില്ല. കാരണം മാർക്കറ്റ് ഈസ് ഡൈനാമിക്, എവറി മൊമെന്റ് മാർക്കറ്റ് ഈസ് ചേഞ്ച്. സോ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സബ്സ്ക്രൈബ് ചെയ്യുന്നത്. സോ യു ഗെറ്റ് എൻ്റെ വ്യൂസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഞങ്ങൾക്ക് ആ സമയത്ത് തന്നെ കിട്ടും. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഹാവ് എ നൈസ് ഡേ.